പ്രതിപക്ഷ ഐക്യത്തിനു മുന്നിൽ മോദി പ്രഭാവം മങ്ങി NDA 293 സീറ്റുകളിലേക്ക് ഒതുങ്ങിയപ്പോൾ തുടർച്ചയായ മൂന്നാം തവണയും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടാനുള്ള BJPയുടെ സ്വപ്നം തകർന്നു. ശക്തി കേന്ദ്രമായ ഉത്തർപ്രദേശിൽ BJP കനത്ത തിരിച്ചടി നേരിട്ടു. BJPയും നരേന്ദ്രമോദിയും പ്രധാന പ്രചാരണ വിഷയമാക്കി അയോധ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ ഉൾപ്പെടെ തോറ്റു. ഇന്ത്യ മുന്നണി 232 ഇടത്ത് ജയിച്ചപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് 98 സീറ്റ് സ്വന്തമാക്കി. BJPയുടെ ഏകപക്ഷീയ മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ഇന്ത്യ മുന്നണി അപ്രസക്തമാക്കി. BJP ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഉത്തർപ്രദേശിലാണ്. 80-70 സീറ്റുകൾ പ്രതീക്ഷിച്ച സംസ്ഥാനത്തു നിന്ന് BJPക്ക് ലഭിച്ചത് 40 താഴെ സീറ്റു മാത്രം. കഴിഞ്ഞ തവണ 4,80,000 വോട്ടുകൾക്ക് ജയിച്ച വാരാണസിയിൽ ഇക്കുറി ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലെത്തിക്കാൻ സാക്ഷാൽ നരേന്ദ്രമോദിക്ക് പോലും വിയർക്കേണ്ടി വന്നു. 30 സീറ്റുകളിൽ ജയിച്ച് സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവ്. റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തിയ കോൺഗ്രസ് തന്ത്രം ഫലം കണ്ടു. രാഹുൽ ഗാന്ധിയിലൂടെ റായ്ബറേലി നിലനിർത്തിയപ്പോൾ കിശോരിലാലിലൂടെ അമേഠി സ്മൃതി ഇറാനിയിൽ നിന്ന് തിരിച്ചുപിടിച്ചു. മായാവതിയുടെ BSP അപ്രസക്തമായി. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി ആധിപത്യം നിലനിർത്തിയപ്പോൾ മഹാരാഷ്ട്രയിൽ ശിവസേനയെയും NCPയെയും പിളർത്തിയതിന് ഇന്ത്യാ സഖ്യം ശക്തമായ മറുപടി നൽകി. കർണാടകയിലും ആധിപത്യം നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കടന്നുകയറാനുള്ള ശ്രമങ്ങളും പ്രതീക്ഷിച്ച ഫലം നൽകാതായതോടെ 400 സീറ്റെന്ന NDAയുടെ സ്വപ്നം പൊലിഞ്ഞു. ഗുജറാത്തും മധ്യപ്രദേശും ഡൽഹിയും ഇത്തവണയും BJPക്കൊപ്പം അടിയുറച്ചു നിന്നു. ഒഡീഷയിൽ കരുത്തുകാട്ടി ഹരിയാനയിൽ BJPയും കോൺഗ്രസും ഒപ്പത്തിനൊപ്പം. കഴിഞ്ഞ തവണ 292 സീറ്റ് നേടിയ BJPക്ക് 50ഓളം സീറ്റുകളാണ് ഇത്തവണ നഷ്ടമായത്. കോൺഗ്രസ് 52-ൽ നിന്ന് 50ഓളം സീറ്റുകൾ വർദ്ധിപ്പിച്ചു. നേരിട്ടുള്ള മത്സരത്തിൽ BJPക്കെതിരെ കോൺഗ്രസിന്റെ വിജയശതമാനം 8-ൽ നിന്ന് 29% വർദ്ധിച്ചു. ആന്ധ്രാപ്രദേശിൽ TDPയുടെയും ബീഹാറിൽ JDUവിന്റെയും സഖ്യമാണ് NDAയെ താങ്ങി നിർത്തുന്നത്. ന്യൂസ് ഡെസ്ക് 24.